കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ മെയിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് എ കോപ്പർ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത് ബൈ 20%, the percentage increase in resistance of the wire is. ഈ പെർസെൻറ്റേജ് ചേഞ്ച് നിങ്ങൾക്ക് ഫിസിക്സിൽ മാത്രമല്ല കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ചോദിക്കാം, മാത്രമല്ല ഈ ചാപ്റ്ററിൽ മാത്രമല്ല ഏത് ചാപ്റ്ററിലും ചോദിക്കാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ആണ്. അപ്പോൾ ഈ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% ആണ്, അത് ഒരു L ആണ്. അപ്പോൾ 200% എന്ന് പറഞ്ഞാൽ 2L ആണ്. 150% എന്ന് പറഞ്ഞാൽ 1.5 L, 80% എന്ന് പറഞ്ഞാൽ 0.8 L. അതായത് പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ലെങ്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്തിരിക്കുക. അപ്പോൾ എന്താ, ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും, പക്ഷേ വോളിയം വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ L/A ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിൽ റോ L², ഡിനോമിനേറ്ററിൽ AL പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത്, അത് വോളിയമാണ്. അപ്പോൾ റോ L²/V വരും. ഇതിൽ വോളിയം മാറുന്നില്ല, റെസിസ്റ്റിവിറ്റി മാറുന്നില്ല, ലെങ്ത് മാത്രമേ മാറുന്നുള്ളൂ സ്ട്രെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് R'/R പറഞ്ഞാൽ L'/L² വരും. ഈ L' പറഞ്ഞാൽ ഫൈനൽ ലെങ്ത് 20% കൂടി. ഒറിജിനലി ഇറ്റ് വാസ് 100%. നൗ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബിക്കം 120%. 100% എന്ന് പറഞ്ഞാൽ ഒരു L, 120% എന്ന് പറഞ്ഞാൽ 1.2 L ആണ്. ഓക്കെ, അപ്പോൾ L' പറഞ്ഞാൽ 1.2 L ഡിവൈഡഡ് ബൈ L. അപ്പോൾ L കട്ടാവും, അപ്പോൾ എത്ര 1.2² വരും. ദാറ്റ് ഈസ് 1.44. അപ്പോൾ നമുക്ക് കിട്ടും R' = 1.44 R എന്നാ. ഒരു R പറഞ്ഞാൽ അത് 100%. 1.44 R പറഞ്ഞാലോ ഇൻറ്റു 100 ചെയ്യുക, 144% കിട്ടും. ഒറിജിനലി ഇറ്റ് വാസ് 100%. നൗ ഇറ്റ് ഈസ് 144% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 44% എന്നാ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് 44% എന്നാ. ഓക്കെ, നോക്കൂ ഇനി സ്പേസ് ബിറ്റ്വീൻ ടു കോൺസെൻട്രിക് കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ഓഫ് റേഡിയ A ആൻഡ് B greater than A is filled with a medium of resistivity rho. Okay, the resistance between two spheres will be. അതിൽ ഇവിടെ നോക്കൂ, നമുക്ക് ഇതാണ് ഒരു ടെർമിനൽ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ടെർമിനൽ. അതിന് ഇടയ്ക്ക് ഉള്ള റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ സ്പേസ് ബിറ്റ്വീൻ ദ ടു സ്ഫെറിക്കൽ ഷെൽസ് ഈസ് ഫിൽഡ് വിത്ത് എ മീഡിയം ഓഫ് റെസിസ്റ്റിവിറ്റി റോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ രണ്ട് സ്ഫിയർ ഉണ്ടല്ലോ, രണ്ട് സ്ഫിയറിനും ഇടയ്ക്കുള്ള സ്പേസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം വെച്ച്, അതിൻ്റെ റെസിസ്റ്റിവിറ്റി റോ ആണ്. അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ ഞാനിതാ ഈ ഷെയ്ഡഡ് പാർട്ട് ഉണ്ടല്ലോ, ഇതാ ഈ കാണുന്നത്, അത് ഒരു തിൻ ഷെല്ലാണ്. ആ ഷെല്ലിൻ്റെ റേഡിയസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിരിക്കുന്ന റേഡിയസ് സ്മോൾ r ആണ്. അപ്പോൾ R റേഡിയസ് ഉള്ള, അതേപോലെ ആ ഷെല്ലിൻ്റെ തിക്നെസ് dr എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ R റേഡിയസ് ഉള്ള dr തിക്നെസ് ഉള്ള ഒരു ഷെല്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഷെല്ലിൻ്റെ നമ്മൾ റെസിസ്റ്റൻസ് കാണുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണുകയെന്ന് അറിയോ, ആ ഷെല്ലിന് റെസിസ്റ്റൻസ് കാണുകയാണെങ്കിൽ ദേ ഇവിടെ നിന്നും എടുക്കുക. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ തിക്നെസ്, അതാണ് ലെങ്ത് വരിക. ഓക്കെ, അപ്പോൾ ആ എലിമെൻ്ററി റെസിസ്റ്റൻസ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാമെന്നറിയോ, dr = റോ L/A എന്നാണ്. അതിൽ ദേ റോ ഉണ്ട്, ലെങ്ത് എന്ന് പറഞ്ഞാൽ dr ആ, ഏരിയ പറഞ്ഞാൽ സ്ഫിയറിൻ്റെ ഏരിയയാണ്, അത് എത്രയാ 4πr² വരും. അപ്പോൾ ആ എലിമെൻ്ററി റെസിസ്റ്റൻസ് dr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ dr / 4πr² വരും. സ്മോൾ r റേഡിയസ് ആണ്, ക്യാപിറ്റൽ R റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നോക്കൂ, ഇനി എന്താണെന്നറിയോ, ഇവിടെ ഇതേപോലത്തെ കുറേ ഷെല്ല് ഇങ്ങനെ ഒന്നിന് ശേഷം ഒന്നായിട്ട് വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ഷെല്ലുകളെല്ലാം സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. R = R1 + R2 + R3 അങ്ങനെയല്ലേ വരിക. അപ്പോൾ R = ഇൻറ്റഗ്രൽ dr. ദാറ്റ് ഇൻറ്റഗ്രേഷൻ ഈസ് ടു ബി പെർഫോംഡ് ഫ്രം A to B. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ρ/4π കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുക്കാം. 1/r² ഇൻറ്റഗ്രൽ -1/r ആണ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം A to B. A ലോവർ ലിമിറ്റ് ആണ്, B അപ്പർ ലിമിറ്റ് ആണ്. അപ്പോൾ -1/B -1/A വരും. ഓർ ρ/4π 1/A - 1/B വരും. ഓക്കെ, ഇതൊക്കെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ.
An electric current is passed through a circuit containing two wires of the same material connected in parallel. If the length and radii are in the ratio of 4/3 and 2/3, then the ratio of the current passing through the wires will be. അതിൽ ഈ കറണ്ട് ഇങ്ങനെ വന്ന R1ലേക്കും R2ലേക്കും I1 ഉം I2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസാണ്. അപ്പോൾ നമുക്ക് I1/I2 പറഞ്ഞാൽ R2/R1 എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ ρL/πr². R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി വയർ. അതിൽ I1/I2 പറഞ്ഞാൽ R2/R1, R2/R1 പറഞ്ഞാൽ L2/L1 ഇൻറ്റു R1/R2 ഹോൾ സ്ക്വയർ. അതിൽ ലെങ്ത് ഇൻ ദ റേഷ്യോ 4/3 ആണ്. അപ്പോൾ L2/L1 പറഞ്ഞാൽ 3/4 വരും. R1/R2 2/3 ആണ്. അപ്പോൾ R1/R2 സ്ക്വയർ 2/3 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മേലെ 2 സ്ക്വയർ 4ഉം ഈ 4 കൂടെ കട്ടാവും. പിന്നെ 3യും അടിയിൽ 3 സ്ക്വയർ ആണ്. അപ്പോൾ 1/3 വരും. ഓക്കെ, അപ്പോൾ 1/3 വരും. നെക്സ്റ്റ്, in the network shown below, the charge accumulated in the capacitor in steady state will be. അതിൽ ഈ 3 വോൾട്ടിൽ നിന്ന് വരുന്ന കറണ്ട് നോക്കൂ, ഈ ബ്രാഞ്ചിലൂടെ പോകാൻ കഴിയില്ല. കാരണം കപ്പാസിറ്ററിലൂടെ ഡിറക്റ്റ് കറണ്ട് DC പാസ് ചെയ്യില്ല. അപ്പോൾ നോക്കൂ, ഇതിലുള്ള കറണ്ട് ഇതേ ഇങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ആ നെറ്റ്വർക്കിൽ വരുന്നത് ഈ 6 ഓമും ഈ 4 ഓമും സീരീസിലാണ്. അപ്പോൾ 6 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഓം വരും. വോൾട്ടേജ് എത്രയാണ്? 3 വോൾട്ടാണ്. അപ്പോൾ 3/10 ആണ് കറണ്ട്. 0.3 ആംപിയർ ആ കറണ്ട്. അപ്പോൾ ആ 0.3 ആംപിയർ ഈ 6 ഓമിലൂടെ പോകുമ്പോൾ 6 × 0.3 പറഞ്ഞാൽ 1.8 വോൾട്ടാണ്. ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് 1.8 വോൾട്ടാണ്. ഓക്കെ, ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ്. അതിനിടയ്ക്ക് എലിമെന്റ് ഉണ്ടാവാൻ പാടില്ല എന്നാ മീൻസ്. അതിനിടയ്ക്ക് റെസിസ്റ്റർ കപ്പാസിറ്റർ ഒന്നും ഇല്ലെങ്കിൽ ഈ പോയിന്റും ഐഡന്റിക്കലാണ്. അപ്പോൾ ഈ 2 പോയിന്റിന് അക്രോസുള്ള വോൾട്ടേജ് 1.8 ആണെങ്കിൽ ഈ പോയിന്റിന് അക്രോസുള്ള വോൾട്ടേജ് 1.8 ആണ്. അതിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസാണ്. ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഇല്ല. അപ്പോൾ ആ 6 ഓമിൽ വോൾട്ടേജ് ഉണ്ടാവില്ല. പിന്നെ വോൾട്ടേജ് ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ 1.8 വോൾട്ട് അതിനകത്ത് ഉണ്ടാവും. അവിടെ കപ്പാസിറ്റൻസ് 4 ആണ്. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ 4 × 1.8, അതായത് നമുക്ക് എത്ര വരും? 7.2 മൈക്രോ കുളം വരും. ഓക്കെ, എന്താ നല്ല ക്വസ്റ്റ്യനാണ്, സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഇതെന്താ? കറണ്ട് ഫ്ലോയിങ് ത്രൂ R2 ഈസ്. R2 പറഞ്ഞത് ഇവിടെ കിടക്കുന്ന ഈ സാധനമാണ് കേട്ടോ. R2 അതിലൂടെയുള്ള കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ നോക്കൂ, ഈ 4ഉം 2ഉം സീരീസിലാണ്. 4ഉം 2ഉം സീരീസിലാവുമ്പോൾ 6 വരും. അപ്പോൾ ഈ 6ഉം പിന്നെ ഈ 6ഉം കൂടെ പാരലലാണ്. ഓക്കെ, 6ഉം 6ഉം പാരലാവുമ്പോൾ ഇതൊരു 6 പിന്നെ ഇതൊരു 6 പാരലാവുമ്പോൾ 3 വരും. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 3, ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3. അപ്പോൾ മൊത്തത്തിൽ ഇത് എത്ര വരും? 6 വരും. ഓക്കെ, ആ 6ഉം ഈ 3യും കൂടെ പാരലലാണ്. 6ഉം 3യും കൂടെ പാരലാവുമ്പോൾ 2 വരും. ഓക്കെ, 2 വരും. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തത്തിൽ 2. ആ 2ഉം ഈ 2ഉം കൂടെ സീരീസിലാണ്, അതായത് 4 വരും. ഓക്കെ, അതായത് ഇങ്ങനെ മൊത്തത്തിലുള്ളത് 4 ആണ്. That 4 is in parallel with another 4. അപ്പോൾ 4ഉം 4ഉം പാരലൽ ആകുമ്പോൾ എത്ര വരും? 2 വരും. അപ്പോൾ ആകെ 2 ഓം ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ എന്താ വോൾട്ടേജ് 8 വോൾട്ടാണ്. അപ്പോൾ കറണ്ട് ഡ്രോൺ ഫ്രം ദ സെൽ വിൽ ബി 8/2 പറഞ്ഞാൽ 4 ആംപിയർ ഡ്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ 4 ആംപിയർ കറണ്ട് ഇവിടെ നിന്ന് വരികയാണെങ്കിൽ ദിസ് ഈസ് 4 ആംപിയർ. നോക്കൂ, ഇനി നമുക്ക് ഇതൊരു 4 ഓം ആണ്. ഇതിലൂടെ 2 ആംപിയർ വരും. ഓക്കെ, 2 ആംപിയർ. ഇതും 4 ഓം ആണ് അല്ലേ? ഇത് 4 ആണ്. ബാക്കിയുള്ളത് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 4 ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അത് 4 ആകുമ്പോൾ എത്രയാ? അപ്പോൾ അതിലൂടെ നമുക്ക് വരുന്ന കറണ്ട് എത്രയാ? അതിലൂടെ ഒരു 2 ആംപിയർ വരും. ഇതിലൂടെ ഒരു 2 ആംപിയർ വരും. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്നറിയോ? ഇവിടെ നിന്ന് നമുക്ക് എന്താ ഈ 2 ആംപിയർ ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നത് 6 ആയിരുന്നു. 6 അല്ലേ നമുക്ക് കിട്ടിയത്? ഇവിടെ 6ഉം ഇവിടെ എത്രയാ? 6ഉം ദാറ്റ് ഈസ് 3. അപ്പോൾ 6 വരും. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ ഈ വരുന്ന 2 ആംപിയർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ഓം ഉണ്ട്, ഇവിടെ 6 ഓം ഉണ്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 3:6, 1:2. അപ്പോൾ ആകെ വരുന്ന കറണ്ടിനെ 1 + 2 3 ഈക്വൽ പാർട്ട് ആക്കണം. അപ്പോൾ ആ 3 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ എത്രയാ? 2/3 വരും. അപ്പോൾ ഇതിലൂടെ വരുന്ന കറണ്ട് 2/3 ആണ്. ഇതിലൂടെ വരുന്ന കറണ്ട് 4/3 ആണ്.
ഇതിലൂടെ വരുന്ന കറണ്ട് 4/3. ഓക്കെ, അപ്പോൾ ഈ 2/3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് നോക്കൂ, ഇങ്ങോട്ടും പോകണം, ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യണം, റൈറ്റ്? അതിൽ ഇവിടെയുള്ളത് 6 ആണ്, ഇവിടെയുള്ളത് എത്ര? ഇവിടെ 4 + 2 6 ആണ്. അപ്പോൾ ഇതിലൂടെ വരുന്ന കറണ്ട് 1/3 ആണ്, ഇതിലൂടെ വരുന്ന കറണ്ട് 1/3 ആണ്. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ R2 എന്നാണ്. അപ്പോൾ R2 പോകുന്ന കറണ്ട് 1/3 ആംപിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ്. See the equivalent resistance of the circuit shown below between points A and B is, അതായത് ഈ രണ്ട് പോയിന്റിനും അക്രോസ് ഉള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതിൽ നിങ്ങളിപ്പോൾ എന്താണെന്നറിയോ, ഇതിന് മേലോട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് വീസ്റ്റോൺസ് ബ്രിഡ്ജാണ്. ഈ വീസ്റ്റോൺസ് ബ്രിഡ്ജിലെ 4 എണ്ണം ഉള്ളത്, പിന്നെ നടുക്കുള്ളതും. ഈ 4 എണ്ണം ഈക്വൽ ആണെങ്കിൽ പിന്നെ നടുക്കുള്ളത് കളയാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത് ആക്ച്വലി ഇതിങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു റെസിസ്റ്റർ ഇങ്ങനെ വരച്ച്, അടുത്തത് ഇങ്ങനെ വരച്ച്. ഓക്കെ, അതിന് പകരം നമ്മളിത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്നതിന് പകരം നമുക്കിത് ഇതിനെ നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. എന്നിട്ട് ഈ അപ്പോൾ O എന്നുള്ള പോയിന്റ് ഇവിടെ വരും. ഓക്കെ, അങ്ങനെയും വരയ്ക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും ബ്രിഡ്ജായിട്ട് തന്നെ തോന്നും. അതായത് മേലുള്ളത് ഒരു വീസ്റ്റോൺസ് ബ്രിഡ്ജാണ്, അത് ബാലൻസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? 4 എന്നാണ് വരിക. എല്ലാം 4 ആണെങ്കിൽ ഇഫക്റ്റീവും 4 തന്നെ, എല്ലാം 10 ആണെങ്കിൽ ഇഫക്റ്റീവും 10 തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് 4. ഓക്കെ, ആ 4 നോക്കൂ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ A ആൻഡ് B. ഓക്കെ, എക്കും ബിക്കും ഇടയ്ക്കാണ് ആ 4, റൈറ്റ്? എക്കും ബിക്കും ഇടയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇതെല്ലാം കൂടെ ചേർന്ന് 4 ഉണ്ട്, പിന്നെ താഴെ കിടക്കുന്നത് ഒരു 16 ആണ്. ആ 16ഉം 4ഉം കൂടെ പാരലലാണ്. 16ഉം 4ഉം കൂടെ പാരലൽ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 3.2 എന്ന് കിട്ടും. ഓക്കെ, 16 and 4 in parallel, റൈറ്റ്? അത് നമുക്ക് 3.2 ohm എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഇപ്പോൾ 2 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ R/2 ആണ്. 3 എണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ R/3 ആണ്. 4 എണ്ണം കണക്ട് ചെയ്ത് R/4 ആണ്. അപ്പോൾ മേലെയുള്ളത് നമുക്ക് 4 ആണ്. ആ 4നെ മേലുള്ള 4 ഉണ്ടല്ലോ, അതിന് 16 16 16 16 4 16 പാരലായിട്ട് കണക്ട് ചെയ്താണെന്ന് വിചാരിച്ചോ. 4 16 പാരലായിട്ട് കണക്ട് ചെയ്താണെങ്കിൽ എന്താ വരിക? 16/4. അതെത്രയാ? 4. അതായത് മേലുള്ള 4 ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് 4 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ഈച്ച് ഈക്വൽ ടു 16. അപ്പം മേലെ 16 16 16 എന്ന് പറഞ്ഞാൽ 4 എണ്ണം, പിന്നെ വേറൊരു 16 അടിയിൽ കിടക്കേണ്ടത്, ഇതൊരു 16. അപ്പോൾ ഇത് ഒരെണ്ണം കൂടി ആകുമ്പോൾ 5 എണ്ണം, മൊത്തം 16/5 വരും. പറഞ്ഞാൽ 32/10 വരും, അതായത് 3.2. മനസ്സിലാവുണ്ടോ? പെട്ടെന്ന് നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും എന്നർത്ഥം. അതിലിവിടെ 10 resistors each of resistance 10 ohm can be connected in such as to get maximum. ഈ 10 resistors മാക്സിമം ആയിട്ട് കിട്ടുക എന്താണെന്നറിയോ? n resistors വിചാരിച്ചോ, 10 അവിടെ നിൽക്കട്ടെ. ഓക്കെ, n resistors എന്താ മാക്സിമം ആണെങ്കിൽ NR ആണ്. ഓക്കെ, മിനിമം ആണെങ്കിൽ എന്താ? when all are connected in parallel. ഓക്കെ, R/n. അപ്പോൾ റേഷ്യോ ഓഫ് മാക്സിമം റെസിസ്റ്റൻസ് ടു മിനിമം റെസിസ്റ്റൻസ് ഇത് എത്ര വരും? ഇത് n² വരും. അതായത് ഇവിടെ നമുക്ക് 10 റെസിസ്റ്റേഴ്സാണ് ഉള്ളത്, അപ്പോൾ 100 എന്ന് വരും എന്നർത്ഥം. നെക്സ്റ്റ്, ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഒരു 8 ohmഉം 2 ohmഉം പാരലലാണ്. ആ 8ഉം 2ഉം പാരലലാവുമ്പോൾ 8 × 2 / 8 + 2 പറഞ്ഞാൽ 1.6 വരും. ഇവിടെ 4ഉം 6ഉം പാരലാണ്. അപ്പോൾ 6 × 4 / 6 + 4 പറഞ്ഞു കഴിഞ്ഞാൽ അത് 2.4 വരും. അപ്പോൾ ഇത് 1.6, ഇത് 2.4, അത് രണ്ടും സീരീസിലാണ്. അപ്പോൾ 1.6 + 2.4 പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും അത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ 4 എണ്ണം ചേർന്നിട്ട് 4 ohm ആണ്. ദാറ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ A ആൻഡ് B. ആ 4 ohm ബിറ്റ്വീൻ A ആൻഡ് B ആണ്. ഇനി ഇവിടെ നോക്കൂ, വി ഹാവ് അനദർ 12 ohm. നോക്കൂ, ഒരു 12 ohm ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ബിറ്റ്വീൻ A ആൻഡ് B. അപ്പോൾ ഒരു 12 ഉണ്ട്, പിന്നെ ഇത് 4 കൂടെ ചേർന്നിട്ട് ഒരു 4, പിന്നെ ഒരു 6. ഓക്കെ, ഈ 6 എന്ന് പറഞ്ഞാൽ അതിനെ 2 12 ohmന്റെ പാരലൽ കോമ്പിനേഷൻ ആയിട്ട് വിചാരിക്കാം. പിന്നെ ഇവിടെ ഈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 12 ohmന്റെ പാരലൽ കോമ്പിനേഷൻ ആയിട്ട് വിചാരിക്കാം. 4 ohm ആണല്ലോ, അപ്പോൾ 12 12 12 3 പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്താ? 12/3 4. അപ്പോൾ ഈ 6നെ 2 12 ohm ഇൻ പാരലൽ,
ഈ 4നെ 3 12 ഓം ഇൻ പാരലൽ. അപ്പോൾ 2 3 5 12 ഓം ഇൻ പാരലലായി. പിന്നെ ഇവിടെ വേറൊരു 12ഉം കൂടെ ഉണ്ട്. അപ്പോഴെന്തായി 6 12 ഓം ഇൻ പാരലൽ. അപ്പോൾ എത്രയാ 12/6 എന്ന് പറഞ്ഞാൽ 2 ഓം വരും. റൈറ്റ്? ഓക്കെ, 2 ഓം. അപ്പോൾ നോക്കൂ, ദാ ഇത്രയും സാധനങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് 2 ഓം ആണ്. ഓക്കെ, എന്ത് അക്രോസ് എ ആൻഡ് ബി. പിന്നെ ഇവിടെ നോക്കൂ, മേലെ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്, പിന്നെ ഇതെല്ലാം കൂടെ ചേർന്നൊരു 2. ആ 3 2ഉം കണക്ട് ചെയ്തിരിക്കുന്ന പാരലലാണ്. അപ്പോൾ 2/3 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. റൈറ്റ്? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതും എന്താ തരക്കേടില്ല. അതിനകത്ത് ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽസ് എ ആൻഡ് ബി ഈസ്. അതിൽ ഇവിടെ നോക്കൂ, നമ്മളെ ഇവിടെ ഇവിടുന്ന് വരുന്ന കറണ്ട് ഈ റെസിസ്റ്ററിലൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ 2 ഓമിലൂടെ വരൂല. കാരണം എന്താ, ആ 2 ഓമിന് പാരലലായിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. അതുപോലെ നോക്കൂ, ഇതിലൂടെയും വരൂല, കാരണം അതിന് പാരലലായിട്ടാണ് ഈ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, നമുക്ക് ഇവിടെ ഈ 2 ഓം, അതുപോലെ ഈ 4 ഓം, ഈ 4 ഓം അതൊക്കെ നമുക്ക് കളയാം. അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളതെന്നറിയോ, അത് കളഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഈ 2 ഓം ഉണ്ടല്ലോ, ഈ 2 ഓം ഈ 2 ഓം ഇത് ഇങ്ങനെ വന്ന് ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദിസ് 2 ഓം. ഇവിടെ ഒരു 2 ഓം ഉണ്ട്, അതിൻ്റെ നോക്കൂ 2 ടെർമിനൽസിന് അക്രോസ് ആയിട്ടാണ് ഈ 2 ഓം കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള നോക്കൂ, ഇത് ഈ 2 ഓമും ഈ 4 ഓമും ഈ 4 ഓമും ഒക്കെ നമ്മൾ കളഞ്ഞു. അപ്പം നമുക്കെന്ത് പറയാമെന്നോ, 2 2 ഓം, അതായത് ഇതും പാരലലാണ്. അപ്പോൾ 2 and 2 ഇൻ പാരലൽ പറഞ്ഞാൽ 1 ഓം വരും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ 3 ഉണ്ട്, പിന്നെ എന്താ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1 ഉണ്ട്, 3 + 1 4ഉം പിന്നെ 6ഉം എല്ലാം സീരീസിലാണ്. അപ്പോൾ 4 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഓം എന്ന് വരും. ഓക്കെ, 10 ഓം. അതാണ് ആൻസർ വരിക. റൈറ്റ്? ഓക്കെ, ദിസ് ഈസ് 10 ഓം. നെക്സ്റ്റ്, two resistors are connected in series across a battery as shown in figure. If a voltmeter of resistance 2000 ohm is used to measure the potential difference across 500 ohm resistor, the reading of the voltmeter will be. അതിൽ ഈ വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 2000 ഓംസ് ആണ്. 2000 ഓംസ് നമ്മൾ ആർ പാരലായിട്ട് കണക്ട് ചെയ്ത് R/2 ആണ്. 3 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്ത് R/3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 500 ഉണ്ടല്ലോ, അതിനെ this 500 can be considered as the parallel combination of 4 identical resistors each equal to 2000. അപ്പോൾ നമ്മൾ 2000 അങ്ങനെ 4 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്ത് എത്രയാണ് 500 കിട്ടും. അപ്പോൾ ഈ 500ന് 4 2000 പാരലാണെന്ന് വിചാരിക്കാം, പിന്നെ ഒരു 2000 കൂടെ പാരലായിട്ട്, അപ്പോൾ മൊത്തം 5 2000 പാരലായി. അപ്പോൾ 2000/5 എന്ന് പറഞ്ഞാൽ 400 ആണ് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരെ 400 ആണ്. ഓക്കെ, ഇവിടുത്തെ മൊത്തം റെസിസ്റ്റൻസ് വരുന്നത് 400 ഓം, ഇവിടെ 600 ഓം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 400:600 പറഞ്ഞു കഴിഞ്ഞാൽ 2:3 ആണ്. അപ്പോൾ ആകെയുള്ള വോൾട്ടേജ് 20 ആണ്, അതിൽ 2:3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം പറഞ്ഞാൽ 2 + 3 5 ഈക്വൽ പാർട്ട് ആക്കുക. അപ്പോൾ 20നെ 5 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ ഓരോ പാർട്ടും എന്താ നമുക്ക് 4 വോൾട്ട് വരും. ഇപ്പോൾ V1 / V2 ദിസ് ഈസ് ഈക്വൽ ടു 600. This is equal to V1 is 400 actually, right? Okay, അപ്പോൾ V1 400 / 600 or this is equal to 2 / 3 പറയാം. ഓക്കെ, V1 + V2 പറഞ്ഞാൽ ആകെ ഉള്ള വോൾട്ടേജ് 20 വോൾട്ടാണ്. 20 വോൾട്ട്. റൈറ്റ്? അപ്പോൾ ആകെയുള്ള 20നെ 2 + 3 5 ഈക്വൽ പാർട്ടാക്കുക. അപ്പോൾ ഓരോ പാർട്ടും എത്ര വരും? 4 വരും. അതിൽ ഇവിടെ വരുന്നത് 2 പാർട്ടാണ് എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് വരുന്നത് 8 വോൾട്ട് ആണ് എന്നർത്ഥം. ഇവിടെ വരുന്നത് 3 പാർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 12 വോൾട്ട് ആണ് എന്നർത്ഥം. അപ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ് എത്രയാവും? വോൾട്ട് മീറ്റർ റീഡിങ് 8 വോൾട്ട് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻറ്റിജർ 8 ആണ്. ഓക്കെ, next, all resistances in figure are 1 ohm each. The value of current capital I is A/5 ampere. The value of A is, എല്ലാ റെസിസ്റ്റൻസസും ഈക്വൽ ആണ്. സപ്പോസ് ഇറ്റ് ഈസ് സ്മോൾ r വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ആറും കൂടെ പാരലലാണ്, R/2 വരും. അതിന് സീരീസ് ആയിട്ട് മറ്റൊരു R ഉണ്ട്. അപ്പോൾ R/2 + R പറഞ്ഞാൽ 3R/2 വരും. ഓക്കെ, അപ്പോൾ ഇത് ഒരു 3R/2, അതിന് പാരലായിട്ട് മറ്റൊരു 3R/2. ഓക്കെ, 3R/2 പാരലൽ ആകുമ്പോൾ അതിൻ്റെ പകുതിയാവും, അതായത് 3R/4 വരും.
ആ 3R/4 ഓക്കെ 3R/4 ഇൻ സീരീസ് വിത്ത് R ഓക്കെ അപ്പോൾ 7R/4 വരും ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് 7R/4 ആണ് ഓക്കെ ആ 7R/4ഉം അടിയിൽ അതേപോലെ ഒരു 7R/4 വരും അപ്പോൾ എത്രയാ അത് 7R/8 വരും 7R/8 അപ്പോൾ ഇവിടുന്ന് ദേ ഇവിടം വരെ ഉള്ളത് 7R/8 ആണ് അതിന് സീരീസ് ആയിട്ട് ഒരു R ഉണ്ട് അപ്പോൾ 7R/8 പ്ലസ് R പറഞ്ഞു കഴിഞ്ഞാൽ 15R/8 വരും 15R/8 ഇവിടെ വോൾട്ടേജ് 3 വോൾട്ടാണ് അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 15R/8 എന്നാണ് അതിൽ R എന്ന് പറഞ്ഞാൽ 1 ഓം ആണ് അപ്പോൾ 15/8 വരും ഇതാണ് കറണ്ട് വരിക ഓക്കെ ഓർ ദിസ് ഈസ് ഈക്വൽ ടു 3 × 8 ഡിവൈഡഡ് ബൈ 15 വരും ഓർ ദിസ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 5 അപ്പോൾ ആ ഇൻറ്റിജർ A/5 എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു 8 okay next in the given circuit A is an arbitrary constant the value of M for which the equivalent circuit resistance is minimum ഇവിടെ നോക്കൂ കേട്ടോ ഇവിടെ MA പാരലൽ ആണ് അപ്പോൾ എന്ത് വരും MA/3 വരും ഓക്കെ അത് ഞാനിത് ഇവിടെ എഴുതിയിട്ടുണ്ട് MA/3 റൈറ്റ് ഇനി നമുക്ക് ഇവിടെ നോക്കൂ A/M അതുപോലെ തന്നെ A/M രണ്ടെണ്ണം പാരലൽ ആകുമ്പോൾ പകുതിയാവും അപ്പോൾ A/2M വരും റൈറ്റ് അത് ഞാൻ ദേ ഇവിടെ എഴുതിയിട്ടുണ്ട് A/2M ഓക്കെ ഇനി MA/3ഉം A/2M സീരീസിലാണ് അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് ദാറ്റ് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഇനി R മിനിമം ആവണമെന്ന ഓക്കെ ബൈ വേരിയിങ് M വേരി ചെയ്തിട്ട് R മിനിമം ആക്കണം അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം R ഈസ് ടു ബി ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു M അപ്പോൾ dR/dM 0 ആവുമ്പോൾ ഈ റെസിസ്റ്റൻസ് മിനിമം ആവും എന്ന് പറയാം അപ്പോൾ MA/3 M കൊണ്ട് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ A/3 വരും പിന്നെ A/2 കോൺസ്റ്റൻ്റ് ആണ് 1/Mൻ്റെ ഡിഫറൻഷ്യൽ -1/M² വരും R മിനിമം ആവുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ് അത് 0 ഇക്വേറ്റ് ചെയ്താൽ M ഈക്വൽ ടു √3/2 വരും ഓക്കെ നേരിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ √(x/2) എന്നാണ് അപ്പോൾ എക്സ് എത്രയെന്നാണ് ചോദ്യം പ്രശ്നമില്ല x ഈക്വൽ ടു 3 ആണ് റൈറ്റ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B അതായത് A എന്നുള്ള പോയിന്റ് ഇതാണ് B എന്നുള്ള പോയിന്റ് ഇതാണ് പ്രശ്നമില്ല അതിലിവിടെ നോക്കൂ ഇതാ ഇവിടെ ഈ 5ഉം സീരീസിലാണ് അപ്പോൾ എത്ര വരും അത് 10 വരും ദാറ്റ് 10 ഈസ് ഇൻ പാരലൽ വിത്ത് അനദർ 10 ആ രണ്ട് 10 പാരലൽ ആകുമ്പോൾ എത്രയാ 5 വരും ഓക്കെ 5 അപ്പോൾ നോക്കൂ ഇവിടം തൊട്ട് ഇവിടം വരെ 5 അവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു 5 അപ്പോൾ മൊത്തത്തിൽ ഇത് എത്ര വരും ഇത് 10 വരും ഓക്കെ ദാറ്റ് 10 ഈസ് ഇൻ പാരലൽ വിത്ത് അനദർ 10 ഓക്കെ അപ്പോൾ ആ 10ഉം 10ഉം പാരലൽ ആകുമ്പോൾ എത്ര വരും അത് 5 വരും ഓക്കെ അപ്പോൾ ദേ ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തത്തിൽ 5 ആ 5ഉം ഈ 5ഉം സീരീസിലാണ് അപ്പോൾ എത്ര വരും അപ്പോൾ 10 വരും അതായത് ഇങ്ങനെ 10 അതിന് പാരലൽ ആയിട്ട് നോക്കൂ മറ്റൊരു 10 ഈ 10ഉം 10ഉം പാരലൽ ആകുമ്പോൾ നോക്കൂ ടോട്ടൽ എത്ര വരും 5 വരും റൈറ്റ് അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തത്തിൽ 5 ആ 5ഉം ഈ 5ഉം സീരീസിലാണ് അപ്പോൾ മൊത്തത്തിൽ എത്ര വരും 10 വരും ഓക്കെ അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ 10 ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് അനദർ 10 ഓക്കെ മറ്റൊരു 10ഉമായിട്ട് പാരലാണ് അപ്പോൾ എത്ര വരും 5 വരും ഓക്കെ 5 ഓം ദാറ്റ് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓക്കെ 5 ഓം നെക്സ്റ്റ് നോക്കൂ വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ഇന്ന് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നോക്കൂ ഇവിടെ നിന്ന് കറണ്ട് നോക്കൂ ഇങ്ങനെ പാസ് ചെയ്യുള്ളൂ അതായത് ഈ 5 ഓമിന് പാരലായിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് അങ്ങനെ ആ 5 ഓമിന് പാരലായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ 5 ഓമിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല അപ്പോൾ ആ 5 ഓം നമുക്ക് കളയാം 5 ഓം കളഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ എന്നറിയോ നോക്കൂ ഇവിടുന്ന് ഈ 2 ഓം ഇങ്ങനെ വന്ന് നോക്കൂ ഇവിടെ കണക്ട് ചെയ്തു മീൻസ് ഇൻ പാരലൽ വിത്ത് അനദർ 2 ഓം ആ 2 ഓം പാരലൽ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം അത് 1 ഓം എന്ന് പറയാം അപ്പോൾ നോക്കൂ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ഓം ആണ് ദാറ്റ് ഈസ് ഇൻ സീരീസ് വിത്ത് അനദർ 2 ഓം ഓക്കെ അപ്പോൾ ആ 2 ഓമുമായിട്ട് സീരീസ് ആകുമ്പോൾ എത്ര വരും അത് 3 ഓം എന്ന് വരും അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തത്തിൽ 3 ഓം ആണ് അതിൽ ഈ പോയിന്റും ഐഡൻറ്റിക്കലാണ് ഓക്കെ അപ്പോൾ അത് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് എന്ത് പറയാം ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഓം ഉണ്ട് എന്ന് പറയാം 3 ഓം ഓക്കെ ഒരു 3 ഓം പിന്നെ നോക്കൂ രണ്ടാമത്തെ 3 ഓം മൂന്നാമത്തെ 3 ഓം അപ്പോൾ 3 ഓം കണക്റ്റഡ് അക്രോസ് ദ സെയിം 2 പോയിന്റ്സ് A ആൻഡ് B അപ്പോൾ എത്രയാ
3/3 വരും. 3/3 അതായത് 1 ohm എന്ന് വരും. അതാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. Next, see, this is also an interesting question. The ratio of the equivalent resistance of the network between points A and B when the switch is open. Switch open ആകുമ്പോൾ ഇവിടെ നോക്കൂ, ഈ R-ഉം 2R-ഉം സീരീസിലാണ്. അപ്പോൾ എത്ര വരും? 3R വരും. ഇവിടെയും അതേപോലെ തന്നെ 3R and 3R in parallel. അത് എത്ര വരും? That is 3R/2 വരും. 3R divided by 2. ഓക്കെ, ഇനി നമ്മൾ ആ സ്വിച്ച് ക്ലോസ് ചെയ്താൽ, സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് ടു വിൽ ബി ഇൻ പാരലൽ. ഓക്കെ, അതിലിത് രണ്ടും പാരലൽ ആണെങ്കിൽ ഈ R-ഉം 2R-ഉം പാരലാ. ഈ R-ന് നിങ്ങൾക്ക് എന്ത് വിചാരിക്കാമെന്നറിയോ? രണ്ട് 2R-ൻ്റെ പാരലൽ കോമ്പിനേഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, R എന്ന് പറഞ്ഞാൽ 2R പാരലൽ ആകുമ്പോൾ എന്താ R അല്ലേ? അപ്പോൾ ഇവിടെ 2R രണ്ടെണ്ണം, ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് അനദർ 2R. അപ്പോൾ 2R/3 വരും. അതേപോലെ ഇവിടെയും 2R/3 വരും. ഓക്കെ, ഈ 2R/3യും ഈ 2R/3യും എന്താ സീരീസിലാണ്. അപ്പോൾ എത്ര വരും? 4R/3 വരും. 4R/3. അപ്പോൾ ആ 4R/3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 4R divided by 3. 4R/3. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 9 divided by 8 എന്നാ. അവർ നോക്കൂ, x:8 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ദാറ്റ് ഈസ് 9. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താ വിശേഷം എന്നറിയോ? നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് 10 ohm റെസിസ്റ്റർ. ആകെ ഉള്ളത് 170 വോൾട്ടാണ്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ? ഈ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് 100 divided by 2. ഓക്കെ, ആൻഡ് ദിസ് 20 ohm ക്യാൻ ബി കൺസിഡേർഡ് ആസ് 100 divided by 5. അതായത് ആ 50 ohm എന്ന് പറഞ്ഞാൽ 100 പാരലായിട്ട് കണക്ട് ചെയ്താൽ വിചാരിക്കുക. അതുപോലെ 20 ohm എന്ന് പറഞ്ഞാൽ 100 5 പാരലായിട്ട് കണക്ട് ചെയ്താൽ വിചാരിക്കാം. അപ്പോൾ ഇവിടെ 5 ഇവിടെ 2 മൊത്തം 7 പാരലായിട്ട് കണക്ട് ചെയ്താൽ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/7 വരും. ഓക്കെ, ഇവിടെ ഇവിടെ 100 divided by 7 വരും. ഈ 10 ohmനെ നിങ്ങൾക്ക് 100 divided by 10 എന്ന് വിചാരിക്കാം. ഇത് R1 ആണ്, ഇത് R2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് V1 divided by V2 this is equal to എന്താ വരിക എന്നറിയോ? 100 divided by 10 R1, പിന്നെ എന്താ 100 divided by 7 R2, or this is equal to 7/10 വരും. ആകെയുള്ള വോൾട്ടേജ് 170 വോൾട്ടാണ്. അതിനെ 7:10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം പറഞ്ഞാൽ 7 + 10 17 ഈക്വൽ പാർട്ട് ആക്കുക. 170നെ 17 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ ഓരോ പാർട്ടും 10 വോൾട്ട് വരും. അതിൽ ആ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇവിടെ ഉള്ളത് അത് 7 പാർട്ടാണ്. അപ്പോൾ ഇവിടെ 70 വോൾട്ട് വരും. ഓക്കെ, ഇവിടെ എത്രയാ? ഇവിടെ 100 വോൾട്ട് വരും. ഓക്കെ, അപ്പോൾ 50 ohmന് അക്രോസ് 100 വോൾട്ട് ആണ്. ഓക്കെ, 20 ohmന് അക്രോസ് 100 വോൾട്ട് ആണ്. ഇവിടെ എന്താ? ഈ 10 ohmന് അക്രോസ് 70 വോൾട്ട് ആണ്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 70 വോൾട്ട്, റൈറ്റ്? Okay, next, in the given circuit diagram, a wire is joining points B and D. The current in this wire is. അതിൽ നോക്കൂ, ഇവിടെ ഈ 1ഉം 4ഉം പാരലലാ. 1 × 4 divided by 1 + 4 പറഞ്ഞാൽ 4/5. 4/5 ആണ് അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതവിടെ ഇരിക്കട്ടെ, നോക്കാം നമുക്ക്. 4/5. ഇവിടെ 2 × 3 divided by 2 + 3 പറഞ്ഞാൽ 6/5. അപ്പോൾ ഇവിടെ 4/5, ഇവിടെ 6/5. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 4:6. 4:6 പറഞ്ഞാൽ 2:3. ആകെയുള്ള വോൾട്ടേജിനെ 2 + 3 5 ഈക്വൽ പാർട്ട് ആക്കുക. ആകെയുള്ള വോൾട്ടേജ് 20. അതിന് 5 പാർട്ട് ആക്കുമ്പോൾ ഈച്ച് പാർട്ട് വിൽ ബി 4 വോൾട്ട്. അപ്പോൾ ഇവിടെ 2:3 ആണെങ്കിൽ ഇവിടെ 2 പാർട്ട്, ഇവിടെ 3 പാർട്ട്. ഓരോ പാർട്ടും 4 വോൾട്ട്. അപ്പോൾ 2 പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന് അക്രോസ് 8 വോൾട്ട് വരും, ഇതിന് അക്രോസ് 12 വോൾട്ട് വരും. 12 വോൾട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 1 ohmന് അക്രോസ് 8 വോൾട്ട് ആണ്, 4 ohmന് അക്രോസും 8 വോൾട്ടാണ്. അപ്പോൾ ഈ 1 ohmലൂടെ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 8 വോൾട്ട് ബൈ 1 ohm എന്ന് പറഞ്ഞാൽ 8 ആംപിയർ. ഓക്കെ, പിന്നെ ഈ 4 ohmലൂടെ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വോൾട്ട് ബൈ 4 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംപിയർ. ഓക്കെ, ഇനി ഇവിടെ 12 വോൾട്ട് ആണ് 3 ohmലൂടെ വരുന്ന കറണ്ട്. അപ്പോൾ 12/3 പറഞ്ഞാൽ 4 ആംപിയർ. ഓക്കെ, ഇവിടെ 12 വോൾട്ട് 2 ohm ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയാ? 6 ആംപിയർ. അപ്പോൾ എന്താ വിശേഷം ഒന്ന് നോക്കി.
ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് 8 ആംപിയർ ഇതേ ഇങ്ങനെ വരുന്നു, 6 ആംപിയർ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ബാക്കി 2 ആംപിയർ ഇങ്ങോട്ട് വരണ്ടേ? 2 ആംപിയർ ഇങ്ങോട്ട് വരും, 2 ആംപിയർ ഇങ്ങോട്ട് വരും. ഈ 2 ആംപിയർ കൂടെ ചേർന്ന് 4 ആംപിയർ അങ്ങോട്ട് പോകും. റെഡി? അപ്പോൾ ഈ വയർ ബി ഡിയിൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 ആംപിയർ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഇവിടെ ഒരു നെറ്റ്വർക്ക് തന്നിട്ട് ടോട്ടൽ കറണ്ട് സപ്ലൈ ടു ദ സർക്യൂട്ട് ബൈ ദ ബാറ്ററി എന്നാണ്. അതിൽ നമ്മൾക്ക് ദിസ് 2 ഓം, ഈ 2 ഓമും ഈ 6 ഓമും എന്താ പാരലലാണ്. കാരണം നോക്കൂ, ഈ പോയിന്റും അതുപോലെ തന്നെ ഈ പോയിന്റും ഐഡന്റിക്കലാ. ഓക്കെ, അപ്പോൾ ദീസ് 2 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഈ 6ഉം 2ഉം പാരലൽ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഈ 2 ഓമിനെ നമുക്ക് എന്ത് വിചാരിക്കാം? 3 6 ഓം പാരലായിട്ട് കണക്ട് ചെയ്ത് വിചാരിക്കാം. 6 ഓം പാരലായിട്ട് കണക്ട് ചെയ്ത് 6/3 2 ഓം ആണ്. അപ്പോൾ ഇവിടെ 3 എണ്ണവും ഇവിടെ ഒരെണ്ണം, 4 എണ്ണം, 4 6 ഓം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6/4 വരും, അതായത് 1.5. ആ 1.5ഉം ഈ 1.5ഉം സീരീസിലാണ്. അപ്പോൾ മൊത്തത്തിൽ 3 ഓം വരും. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 3 ഓം. അതിന് പാരലായിട്ട് വി ഹാവ് അനദർ 3 ഓം. അപ്പോൾ 3ഉം പാരലൽ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1.5 വരും. ആ 1.5 ഈസ് കണക്റ്റഡ് അക്രോസ് 6 വോൾട്ട്. അപ്പോൾ 6/1.5 പറഞ്ഞാൽ 4 ആംപിയർ വരും. റൈറ്റ്? ഇനി if in the circuit shown the energy stored in the capacitor is n microjoule, the value of n is, അതായത് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി പറഞ്ഞാൽ ½ CV². അപ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ അക്രോസ് വോൾട്ടേജ് പറഞ്ഞാൽ ഈ പോയിന്റിനും അതുപോലെ ഈ പോയിന്റിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പരിപാടി നടക്കും. ഓക്കെ, അപ്പോൾ അതിന് നോക്കാം. ഈ ഇവിടുന്ന് വരുന്ന കറണ്ട് ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ പോവും. ഓക്കെ, ഒരു ബ്രാഞ്ച്. അതേപോലെ പിന്നെന്താ, ഇങ്ങനെയും പോവും. റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഈ 9 and 3, this series combination of 9 and 3 is connected across 12 volt. 9ഉം 3ഉം കൂടെ ചേരുമ്പോൾ എത്രയാ? 12 ഓം ആണ്. ആ 12 ഓം കണക്റ്റഡ് അക്രോസ് 12 വോൾട്ട് പറഞ്ഞാൽ 1 ആംപിയർ കറണ്ട് വിൽ ബി ഡ്രോൺ. ഓക്കെ, അപ്പോൾ ഇതുവഴി വരുന്നത് 1 ആംപിയർ കറണ്ട് ആണ്. 1 ആംപിയർ കറണ്ട്. ഇനി ഇവിടെ നോക്കൂ, ഈ 4 ഓമും ഈ 2 ഓമും സീരീസിൽ 6 ഓം, ദാറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് അക്രോസ് 12 വോൾട്ട്. അപ്പോൾ 12 വോൾട്ടിന് അക്രോസ് 6 ഓം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡ്രോ എ കറണ്ട് ഓഫ് 2 ആംപിയർ. ഓക്കെ, 2 ആംപിയർ. ഇനിയിപ്പോൾ എന്താണോ 12 വോൾട്ടാണ്. നോക്കൂ, 12 വോൾട്ടാ. അപ്പോൾ ഈ പോയിന്റിനും അക്രോസ് ഉള്ള ഡിഫറൻസ് 12 ആവണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഫറൻസ് ആയിട്ട് എടുത്തു, അതായത് 0 വോൾട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 വോൾട്ട് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട്. ഓക്കെ, കാരണം നോക്കൂ, ഇതാണ് ലോവർ പൊട്ടൻഷ്യൽ, ദാറ്റ് ഐ ഹാവ് ടേക്കൺ 0. ഓക്കെ, ഇനിയിപ്പോൾ എന്താണോ ഇതിലൂടെ വരുന്നത് 1 ആംപിയർ കറണ്ട് ആണ്. അപ്പോൾ ഈ 9 ഓമിന് അക്രോസുള്ള വോൾട്ടേജ് എത്രയാവും? 9 × 1 പറഞ്ഞാൽ 9 വോൾട്ട്. അപ്പോൾ ഇത് 0 ആവുമ്പോൾ ഇവിടെ നമുക്ക് 9 വോൾട്ട് ഉണ്ടാവും, 9 വോൾട്ട്. അതുപോലെ നോക്കൂ, ഇവിടെ എത്രയാ? ഇതിലൂടെ വരുന്നത് എത്രയാ? ഇതിലൂടെ വരുന്നത് 2 × 2 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 വോൾട്ട് വരും. അതായത് ഇവിടെ 4 വോൾട്ട് വരും, 4 വോൾട്ട് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 9 - 4 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 5 വോൾട്ട് വരും. ഓക്കെ, നമുക്ക് വേണ്ടത് ½ CV² എന്നാണ്. V² പറഞ്ഞു കഴിഞ്ഞാൽ 5² എത്രയാ? 25. ½ C പറഞ്ഞു കഴിഞ്ഞാൽ 6 മൈക്രോ ഫാരഡിൻ്റെ പകുതി എത്രയാ? 3. അപ്പോൾ 3 × 25 എന്ന് പറഞ്ഞാൽ 75 വരും, 75. അപ്പോൾ നമുക്ക് 75 മൈക്രോ ജൂൾ എന്നാണ് വരിക കേട്ടോ, 75 മൈക്രോ ജൂൾ. റൈറ്റ്? ഓക്കെ, നമുക്ക് ഇവിടെ എന്താ വേണ്ടതെന്നറിയോ? ഇൻ ദ സർക്യൂട്ട് ഡയഗ്രാം ഷോൺ ഇൻ ഫിഗർ ഗിവൻ ബിലോ, ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റൻസ് ഈസ് 3 ഓം ഈസ് x/3 ആംപിയർ. ദ വാല്യൂ ഓഫ് x ഈസ് നോക്കാം നമുക്ക്. അതിൽ ഈ 8 വോൾട്ട് നോക്കൂ, അങ്ങോട്ട് കറണ്ട് സെൻഡ് ചെയ്യും. 4 വോൾട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കറണ്ട് സെൻഡ് ചെയ്യും. ഓക്കെ, 8 and 4 വോൾട്ട് സെൽസ് ദേ ഒപ്പോസ് ഈച്ച് അതർ അല്ലേ? അപ്പോൾ റിസൾട്ടൻ്റ് EMF എന്ന് പറഞ്ഞാൽ 8 അങ്ങോട്ട് 4 ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ റിസൾട്ടൻ്റ് EMF 8 - 4 വരും. അതെങ്ങോട്ടാ? കറണ്ട് എനിവേ വരുന്നത് ഇങ്ങനെയായിരിക്കും, ഈ ഡിറക്ഷനിലാണ് കറണ്ട് വരിക. റൈറ്റ്? അതിൽ ഇനി മൊത്തം റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ 3ഉം 6ഉം പാരലൽ ആവുമ്പോൾ എത്രയാ? 3 × 6 / 3 + 6 പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓം വരും. ആ 2ഉം പിന്നെന്താ 4.5ഉം. ഓക്കെ, അപ്പോൾ എത്രയാ? 6.5ഉം 0.5ഉം 7ഉം 1ഉം.
ഓക്കെ 8 ആകെ 4 വോൾട്ട് 8 ഓം അപ്പോൾ എത്രയാ 1/2 ആംപിയർ ഉണ്ടാവും 1/2 ആംപിയർ അപ്പോൾ ആ 1/2 ആംപിയർ ഇതേ ഇവിടെ ഇങ്ങനെ എത്തും സി ഇവിടെ 1/2 ആംപിയർ റൈറ്റ് ഇവിടെ റെസിസ്റ്റൻസ് ഇൻ ദ റേഷ്യോ 3:6 എന്ന് പറഞ്ഞാൽ 1:2 അപ്പോൾ ആകെ വരുന്ന കറണ്ടിനെ 1:2 ഡിവൈഡ് ചെയ്യണം 1 + 2 പറഞ്ഞാൽ 3 ഈക്വൽ പാർട്ട് ആക്കുക ഓക്കെ അതിൽ 3 ഈക്വൽ പാർട്ടിൽ 2 പാർട്ട് ഇതുവഴി പോകും അതായത് ആകെ ഉള്ള 1/2 ആംപിയറിനെ നോക്കൂ 3 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 2 പാർട്ട് അതാണ് 3 ഓമിലൂടെ പാസ് ചെയ്യുക ഓർ ദിസ് വിൽ ബി ഈക്വൽ ടു 1/3 ആംപിയർ ഓക്കെ 1/3 ആംപിയർ നമുക്ക് തന്നിരിക്കുന്ന x/3 എന്നാണ് അപ്പോൾ വാല്യൂ ഓഫ് x ഈസ് 1 ഓക്കെ ഇവിടെ നോക്കൂ in this figure the resistance of the coil of galvanometer is 2 ohm the EMF of the cell is 4 volt the ratio of the potential difference across C1 and C2 അതാണ് നമുക്ക് നോക്കാം അതിൽ ഈ 4 വോൾട്ടിൽ നിന്ന് വരുന്ന കറണ്ട് ഈ 6 ഓമിലൂടെ പോവും പിന്നെ ഈ കപ്പാസിറ്ററിലൂടെ പോവില്ല അപ്പോൾ പിന്നെ എങ്ങനെ വരാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ ദേ ഇങ്ങനെ വരണം ഓക്കെ ദേ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഒരു 6 ഓം ഉണ്ട് അതിന് സീരീസ് ആയിട്ട് ഗാൽവനോമീറ്ററിന്റെ 2 ഓം ഉണ്ട് 6 + 2 8 പിന്നെ ഒരു 8 അപ്പോൾ അറിയാ 8 + 8 പറഞ്ഞു കഴിഞ്ഞാൽ 16 ഓം വരും ഓക്കെ ആകെയുള്ള വോൾട്ടേജ് എത്രയാ 4 വോൾട്ട് divided by 16 ohm അപ്പോൾ 4/16 പറഞ്ഞാൽ 1/4 ആംപിയർ will be the current drawn from the cell അപ്പോൾ ഈ സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് 1/4 ആംപിയർ ആണ് 1/4 ആംപിയർ ഓക്കെ അതിൽ നോക്കൂ ഈ പോയിന്റിനും പിന്നെന്താ ഈ പോയിന്റിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് 4 വോൾട്ട് ആണ് റൈറ്റ് അതിൽ ഈ പോയിന്റും ഐഡന്റിക്കലാണ് അതേപോലെ ഈ പോയിന്റും ഐഡന്റിക്കലാണ് റൈറ്റ് അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റിന് അക്രോസ് 4 വോൾട്ട് ആണെങ്കിൽ അപ്പോൾ ദേ ഇതിനും അക്രോസ് 4 വോൾട്ട് ആവും അപ്പോൾ ഇവിടെ ഞാൻ റെഫറൻസ് പോയിന്റ് 0 വോൾട്ട് എന്ന് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ എന്താവും ഇവിടുത്തെ പൊട്ടൻഷ്യൽ 4 വോൾട്ട് ആവും 4 വോൾട്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം അതിൽ സി ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1/4 ആംപിയർ അപ്പോൾ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1/4 × 8 അത്ര വരും 1/4 × 8 എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്ക് 2 വോൾട്ട് എന്ന് പറയാം ഓക്കെ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 1/4 ആംപിയർ ത്രൂ 2 ഓം അപ്പോൾ വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 1/4 പറഞ്ഞു കഴിഞ്ഞാൽ 0.5 അപ്പോൾ ഇവിടത്തേതിനേക്കാൾ 0.5 വോൾട്ട് കൂടുതലാണ് ഇവിടെ ഓക്കെ അപ്പോൾ നമുക്കെന്ത് പറയാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ 2.5 എന്ന് പറയാം ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സിലൊക്കെ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഈ കപ്പാസിറ്ററിന് അക്രോസ് നോക്കൂ ഇവിടെ 4 വോൾട്ട് ഇവിടെ 2 വോൾട്ട് അപ്പോൾ ഇതിന് അക്രോസ് നമുക്ക് 2 വോൾട്ട് എന്ന് പറയാം ഇനി ഈ കപ്പാസിറ്ററിന് അക്രോസ് ഇവിടെ 2.5 ഇവിടെ 0 അപ്പോൾ ഇതിന് അക്രോസ് നമുക്ക് 2.5 വോൾട്ട് എന്ന് പറയാം അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് C1 ആൻഡ് C2 അതെത്രയാ 2/2.5 വരും അതായത് 4/5 എന്നാ വരിക 4/5 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓക്കെ നോക്കൂ ഇവിടെ ഇപ്പം എന്താണെന്നറിയോ ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ വാല്യൂ ഓഫ് മോഡ്യൂലസ് I1 + I3 / I2 ഈസ് ആകെ ഉള്ളത് 20 വോൾട്ടാണ് ആ 20 വോൾട്ടിന് അക്രോസ് ആയിട്ടാണ് നോക്കൂ ഇതും ഈ ഒരു സെക്ഷനും അതുപോലെ ഇതും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ ദാ ഇവിടുത്തെ വോൾട്ടേജ് 10 വോൾട്ടാണ് ആകെയുള്ള 20-ൽ 10 വോൾട്ട് ഇവിടെ പോയി അതെങ്ങനെ മനസ്സിലായി അവിടെ 10 ആണെന്നുള്ളത് ഇതാ അതിവിടെ കാണിച്ചിട്ടുണ്ട് ഈ സെല്ലിൻ്റെ വോൾട്ടേജ് 10 ആണെങ്കിൽ അതിന് അക്രോസ് എന്ത് കണക്ട് ചെയ്താലും അവിടെ 10 വോൾട്ടാണ് അപ്പോൾ ഈ റെസിസ്റ്റൻസിന് അക്രോസ് 10 ആണ് ഇതിന് അക്രോസും 10 ആണ് 10 വോൾട്ട് അപ്പോൾ ആകെയുള്ള 20-ൽ 10 ഇവിടെ പോയി ബാക്കി 10 ഇവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ 3 റെസിസ്റ്റേഴ്സാണ് ഉള്ളത് ഇതിനെ ക്രോസ് 10 ഇതിനെ ക്രോസ് 10 ഇതിനെ ക്രോസ് 10 ഓക്കെ ഓരോ റെസിസ്റ്ററിലും 10 വോൾട്ട് 10 വോൾട്ട് 10 വോൾട്ട് ഓരോന്നും 10 ഓം 10 ഓം 10 ഓം അപ്പോൾ ഓരോന്നിലെയും കറണ്ട് 1 ആംപിയറാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതെന്താ വരിക 1 + 1 / 1 റൈറ്റ് അപ്പോൾ എത്ര വരും 2 വരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇൻറ്റിജർ വാല്യൂ 2 ആണ് ഓക്കെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് താങ്ക് യു